കർത്താവിൻ്റെ കൃപയാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ സമാധാനം വർദ്ധിക്കുന്നു, സൗഖ്യം വർദ്ധിക്കുന്നു, കൃപമേൽ കൃപ നിറഞ്ഞവരായി നാം തീരുന്നു. യേശുവിനോട് അടുക്കുന്തോറും ആ നിറവ് നമ്മൾ പ്രാപിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ആർക്കെല്ലാം ദാഹമുണ്ടോ അവർ വരട്ടെ. അതിൻ്റെ അർത്ഥം കുറേ പേര് എൻ്റെ അടുക്കൽ വരട്ടെ എന്നല്ല, ആവശ്യബോധമില്ലാത്തവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നല്ല. നിങ്ങൾ എത്ര 1000 പേരുണ്ടെങ്കിലും ഈ 1000ങ്ങളിൽ നിന്ന് ദാഹിക്കുന്നവൻ മാത്രം എൻ്റെ അടുക്കൽ വരട്ടെ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഒരു കാര്യം പറയട്ടെ, എല്ലാവരും വന്നിട്ട് കാര്യമില്ല. ഇവിടെ 8 മണിക്കൂർ പ്രാർത്ഥന മുടങ്ങാതെ ചർച്ചിൽ നടക്കുകയാണ്. 8 മണിക്കൂർ തുടങ്ങിയ നാൾ മുതൽ ഇപ്പോൾ 1-2 ആഴ്ചയായി. തുടങ്ങിയ നാൾ മുതൽ ഇത് 3-ാമത്തെ ആഴ്ചയാണ്. തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ വരുന്നവരുണ്ട്. രാവിലെ 9 മണിക്ക് വന്നിട്ട് 5 മണിക്കാണ് പോകുന്നത്. ആരംഭ സമയത്ത് 10:30 വന്നിട്ട് 6:30 വരെയായിരുന്നു. പാതിരാക്ക വീട്ടിൽ ചെല്ലുന്ന പലരും മുടങ്ങുന്നില്ല. പല സൗകര്യസോരന്മാരും പല വീടുകളിലും അവരുടെ വീട്ടിലെ ജോലി പോലും ചെയ്യാൻ അവർക്ക് നേരം കിട്ടുന്നില്ല. കാരണം പകൽ മുഴുവൻ ചർച്ചിലാണ്. അവർക്ക് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല? ദാഹിക്കുന്നവനെല്ലാം വരട്ടെ. അതിൻ്റെ അനന്തരഫലം എന്താണ്? പലരും ദർശനങ്ങൾ കാണുന്നു, ദൂതന്മാരെ കാണുന്നു, കർത്താവിൻ്റെ സ്പർശനമേൽക്കുന്നു, നിന്ന് കരയുകയാണ്. അവർ അന്യഭാഷകൾ വ്യാഖ്യാനിക്കുന്നു. യേശു പറഞ്ഞതിൻ്റെ എല്ലാ നിവർത്തീകരണങ്ങളും ഈ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ നടക്കുകയാണ്. ഇത് നടക്കാൻ കാരണം പാസ്റ്റർ ടിജോ തോമസ് ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിൽ 8 കടന്നിങ്ങനെ കറങ്ങുന്നു. 8 മണിക്കൂർ ഒരു പ്രാർത്ഥന മാളിക മുറിയിൽ നടക്കും. ഞാൻ അദ്ദേഹത്തെ ആ മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പ്രവചിച്ചപ്പോൾ നേരെ കാണിച്ചു കൊടുത്തു, ടിജോ പാസ്റ്റർ, ഇത് നേരത്തെ ഞങ്ങൾ തയ്യാറാക്കിയതാണ്. അതെ, അതിനകത്ത് ദൂതന്മാരിറങ്ങും, അത്ഭുതങ്ങൾ നടക്കും, യേശു എല്ലാവരുടെ മേലും ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ നേരത്തെ ചെയ്ത പ്ലാനാണിത്. ഞാൻ ഓർത്തില്ല ഈ 8 മണിക്കൂർ ഒരു ദിവസത്തേക്ക് വെച്ചതാ. ഒരു ചൊവ്വാഴ്ച വെച്ച മീറ്റിംഗാണ്. അത് നിർത്താൻ കഴിയുന്നില്ല. എല്ലാ ദിവസവും ജനങ്ങൾ വരികയാണ്. ആരാധന പല മടങ്ങ് ശക്തിയിലാണ്. ആരാധനയാണ് അതിനകത്ത് കൂടുതൽ. പ്രസംഗങ്ങൾ കുറവാണ്. എന്നാൽ വരുന്നവർ സമാധാന, സന്തോഷ, ആരോഗ്യ, സമൃദ്ധി കൊണ്ട് നിറയുകയാണ്. കർത്താവാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദാഹിക്കുന്നവരാരൊക്കെയുണ്ടോ വന്നേക്കണം. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ എന്നാണ്. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഞാൻ ജീവജല നദികളെ ഒഴുക്കും. അതാണ് കർത്താവ്. ദാഹിക്കുന്നവൻ വരണം. അവനാണ് പിന്നീട് നദിയായി മാറുന്നത്. അപ്പോൾ വെറുതെ നിങ്ങൾ പോകില്ല. യേശുവിൻ്റെ അടുക്കൽ ദാഹത്തോടെ വന്നാൽ നിങ്ങൾ നിറഞ്ഞു പോകും. ഒരു ദാഹമില്ലാത്തവർ ഒരു മീറ്റിങ്ങിനും വന്നിട്ട് പ്രയോജനമില്ല. പലരും ചർച്ചുകളിൽ പോകുന്നത് ദാഹം മാറ്റാനല്ല. ഒരു ചർച്ച് വേണം. ഒരു കല്യാണം വന്നാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ? മരിച്ചാൽ പിന്നെ ആരെ വിളിക്കും? പാസ്റ്റേ വന്ന് അടക്ക്. അപ്പൊ പലർക്കും ചർച്ചിനെ ഉപയോഗിക്കുന്നത് ശവടക്കിനും കല്യാണത്തിനും പിന്നെ വീട് കയറി താമസത്തിനും ഒരു സഭയും പാസ്റ്ററും വേണം. നാണമില്ലേ നിങ്ങൾക്ക്? ദാഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സഭ. ഇത് ചാകാൻ നേരത്ത് കുഴിച്ചിടാനുള്ളതല്ല. ചാകുന്നവരെ ഉയർപ്പിക്കുന്നതാണ് സഭ. എന്നാൽ എല്ലാവരും ഉയർപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലയിടത്ത് ഉയർപ്പ് നടന്നെന്നിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ യേശു അത് ചെയ്തു. യേശു 3 സ്ഥലത്ത് ചെന്ന ഒരു കൊച്ചിനു വേണ്ടിയും 2 ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. ഇനി നാളെ
105 വയസ്സുള്ള ഒരു അമ്മിച്ച് മരിച്ച എന്നോട് ഉയർപ്പിക്കാനൊന്നും പറയരുത്. 2 ചെറുപ്പക്കാരും പിന്നെ ഒരു കൊച്ചു കുഞ്ഞും, 12 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞും. ആരെ ഉയർപ്പിക്കണമോ അവരെ ഉയർപ്പിക്കാനും കൂടിയാണ് സഭയുള്ളത്. ഇത് ചത്ത കുഴിച്ചിടുന്ന ഒരു സിമിത്തേരി അല്ല സഭ. അറിയണം, നമ്മുടെ കുറെ കാര്യങ്ങൾ നടക്കാനുള്ളതല്ല സഭ. ഇത് ജീവന്റെ വ്യാപാരത്തിന്റെ ഇടമാണ്. ഇത് പറയാൻ എനിക്കൊരു ധൈര്യവും നിയോഗവും കർത്താവ് തരികയാണ്. ഇവിടെ വരുന്നവർ വിടുതൽ പ്രാപിക്കും. സൗഖ്യത്തിന്റെ ഇടമാണ്, സമാധാന നദി ഒഴുകുന്ന സ്ഥലമാണ് സഭ. സഭയെ നിങ്ങൾ തെറ്റായി ഉപയോഗിക്കരുത്. സഭയെ നിങ്ങൾ ശരിയായി ഉപയോഗിക്കണം. വിശ്വാസത്തോടെ വന്നാൽ, ദാഹത്തോടെ വന്നാൽ, ആർത്തിയോടെ വന്നാൽ, ആഗ്രഹത്തോടെ വന്നാൽ, വാഞ്ചയോടെ വന്നാൽ, പ്രതീക്ഷയോടെ വന്നാൽ, പ്രാർത്ഥനയോടെ വന്നാൽ നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ഭയങ്കര നിറവോടെയായിരിക്കും. അതിനായി നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തും. ഇന്നത്തെ ആരാധനയിൽ നിങ്ങളെ കർത്താവ് തൊടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാടി ആരാധിക്കാം. പാപദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായ്ക നിമിത്തം, എന്തു നല്ലോർ സഖി യേശു, പാപം ദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. നൊമ്പരം ഏറെ സഹിച്ചു, നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. സ്നേഹിതരെ വരും വെടിഞ്ഞ അതു
വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഈ ആഴ്ചയിൽ ഒരു ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ ഈ പറയുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ ഭയങ്കരമായിട്ട് ബലപ്പെട്ട് നിന്നിട്ട് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം പ്രവചനമാണെന്നും എനിക്കറിയാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട് ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണാൻ പോവുകയാണ്. ഈ അത്ഭുതങ്ങളെല്ലാം ഞാനിന്ന് പറയുന്ന ഓരോ വചനത്തിലുള്ള വിടുതലുകൾ നിങ്ങൾ കാണും. കാരണം ഇതൊരു പ്രോഫസിയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളിതെല്ലാം കേട്ടെടുക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 6:7 വാക്യത്തിൽ, അനന്തരം അവൻ 12 വരെ അടുക്കെ വിളിച്ചു, അവരെ ഈ രണ്ടായിട്ട് അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. യേശു ആരെങ്കിലും വിളിച്ചാൽ, അടുക്കൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ യേശുവിനെ പോലെ അധികാരമുള്ളവരാകും. വിളിച്ചത് യേശുവാണെങ്കിൽ യേശു ചെയ്ത കാര്യമാണ് അവരെ കൊണ്ട് ജയിച്ചത്. ഒരു രാജ്യത്ത് രാജാവ് ചെയ്യുന്ന കാര്യം പ്രജകൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് രാജാവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ നോക്കിയ രാജാതി രാജാവായ യേശു ചെയ്യുന്ന രാജകീയമായ കാര്യം അതേ നിലവാരത്തിൽ ചെയ്യാൻ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നിയോഗം കൊടുത്തു. യേശു പറഞ്ഞു, എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗുരുവല്ല, സ്നേഹിതനാണ്. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ആദ്യം ഗുരു ശിഷ്യനായിട്ട് അവർ ആരംഭിച്ചു. കുറച്ചും കൂടി അടുത്തു കഴിഞ്ഞപ്പോൾ അവർ സ്നേഹിതന്മാരായി. അവർ കുറച്ചുകൂടി അടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വീണ്ടും ജനിച്ച് അവർ മക്കളായി മാറി. ഈ മീൻപിടുത്തക്കാരുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരങ്ങൾ എത്ര വലുത്! ആദ്യം ഗുരു ശിഷ്യ ബന്ധമാണ്. ആ അടുപ്പം വർദ്ധിച്ചപ്പോൾ സ്നേഹിതന്മാരെന്ന ബന്ധത്തിൽ കൂട്ടുകാരായിട്ട് മാറി. വീണ്ടും അവർ തമ്മിൽ അടുത്തപ്പോൾ സഹോദരന്മാർ, അതായത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഇവർ എൻ്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിമാരൊന്നും യേശു പറഞ്ഞില്ലേ? സഹോദര ബന്ധത്തിലേക്ക് ബന്ധം അങ്ങോട്ട് മുറുകയാണ്. വീണ്ടും ഈ ശിഷ്യന്മാർ ഇവർ വളരുകയാണ്. ശിഷ്യന്മാരായിരുന്നു, സ്നേഹിതന്മാരായി മാറി, സഹോദരന്മാരായി മാറി, ഇപ്പോൾ മക്കളായി മാറി. ബന്ധത്തിൻ്റെ ഡെപ്ത് നോക്കിയേ. നമ്മൾ വായിച്ചത്, അനന്തരം അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. കർത്താവ് തിരഞ്ഞെടുത്ത് ആരെങ്കിലും വിളിച്ചാൽ ആ ബന്ധത്തിൻ്റെ ലെവല് വർദ്ധിക്കും. ആ ബന്ധം അനുദിനം വർദ്ധിക്കും. ആഴമേറിയ ബന്ധത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നു. ഇത് കേൾക്കുന്ന പലരോടും പറയാം, നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന ബന്ധത്തേക്കാൾ വലിയ ബന്ധത്തിലേക്ക് യേശുവുമായിട്ട് വരണം. യേശുവുമായിട്ടൊരു ഗുരു ശിഷ്യ ബന്ധത്തിൽ കിടക്കുന്നവരാണോ നിങ്ങൾ? അടുത്ത ലെവലിലൊക്കെ അടുക്കണം, പറ്റിയിരിക്കണം. ഇരിക്കുമ്പോഴാണ് സ്നേഹബന്ധത്തിലേക്ക്, സ്നേഹിതർ എന്ന ബന്ധത്തിലേക്ക്. അത് അബ്രഹാമിന് ആ ലെവലായിരുന്നു. എന്നാൽ അബ്രഹാമും ദൈവവും തമ്മിൽ സഹോദര ബന്ധം ഉണ്ടായില്ല. ഇതാ യേശു കർത്താവും ദൈവപുത്രനായ യേശു കർത്താവും ഈ ജനവും തമ്മിൽ അടുക്കൽ വന്ന ഇവർ തമ്മിൽ സഹോദര ബന്ധമായി മാറി. എന്നിട്ട് ഇവരുടെ കാല് കർത്താവ് കഴുകുകയാണ്. സഹോദരന്മാർ തുല്യമാക്കി കളഞ്ഞു. യേശുവിൻ്റെ ഒപ്പമാക്കി ഇവരെ. അതുകൊണ്ട് തീർന്നില്ല. യേശുവിൻ്റെ
ആത്മാവിൽ ഇവർ നിറഞ്ഞു വീണ്ടും ജനിച്ചപ്പോൾ ഇവർ ആരായി മാറി? മക്കളായി മാറി. അതായത് എല്ലാം ഇവർക്കായി, എല്ലാറ്റിൻ്റെ അവകാശിയായി മാറി. ക്രിസ്തീയ ജീവിതത്തിൽ ഈ 4 പടികൾ നിങ്ങൾ അടുത്തടുത്തടുത്ത് കർത്താവിനോട് അടുക്കും തോറും ഈ 4 പടികളിലേക്ക് നിങ്ങൾ വരും. ഷഖറബകസിയ, ഞാൻ ആത്മാവിൽ അത് കാണുന്നു. നിങ്ങൾ ഈ കടമ്പകൾ കടക്കണം. പന്തിരുവരെ അടുക്കൽ വിളിച്ചു, അവർ മക്കളായി മാറി. അപ്പോൾ ഇവരുടെ കയ്യിൽ കർത്താവ് എന്താണോ ചെയ്യുന്നത് അത് ഇവരെ ഏൽപ്പിച്ചു. രോഗികളെ സൗഖ്യമാക്കുക യേശു ചെയ്ത ജോലിയാണ്. ഭൂതങ്ങളെ പുറത്താക്കുക യേശു ചെയ്ത ജോലിയാണ്. സുവിശേഷം പ്രസംഗിക്കുക യേശു ചെയ്യുന്ന ഉത്തരവാദിത്വം. അപ്പൻ്റെ ആ വലിയ മഹത്വമേറിയ ജോലി മക്കൾക്ക് കൊടുക്കും. ആ പദവി ഇതാ മക്കൾക്ക് ഈ പദവിയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം. നിങ്ങൾക്ക് ഞാൻ സൗജന്യമായിട്ട് എല്ലാം തരികയാണ്. ഒരപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാം ഫ്രീ ആണ്, ഒരു വിലയുമില്ല, സൗജന്യമാണ്. മക്കളൊന്നും അതിന് തിരിച്ചു കൊടുക്കണ്ട. മക്കളായി പോയതുകൊണ്ട് എല്ലാം ഫ്രീ ആണ്. സൗജന്യം അനുഭവിക്കുന്ന സ്ഥലം മക്കളെന്ന പദവിയാണ്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച പലരും യേശുവിനെ ഒരു ഗുരുവായിട്ട് വന്ന് കണ്ടേച്ചു പോകുന്ന പരിപാടി നിർത്തണം. ഒരു സ്നേഹിതനെ പോലെ അബ്രഹാമിനോളം പരിമിതിയിൽ നിൽക്കരുത്. സഹോദര ബന്ധത്തിൽ നിൽക്കരുത്. സഹോദരന്മാർക്ക് സ്വത്ത് മുഴുവൻ കൊടുക്കാറില്ല, ഉള്ളത് മുഴുവനും കൊടുക്കുന്നത് മക്കൾക്കാണ്. ഈ പദവിയിലേക്ക് നാം ഇടിച്ചു കയറണം. മോശയുടെ ചരിത്രം വായിക്കുമ്പോൾ മോശ 12 പേരെ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവരെ കനാൻ ദേശം ഒറ്റുനോക്കാൻ വിടുന്നില്ലേ? അവരെല്ലാം ഗോത്രത്തലവന്മാരാ, അവരെല്ലാം വലിയ പുള്ളികളാ. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ ഏറ്റവും ജ്ഞാനമുള്ളവരും ഏറ്റവും വിവേകമുള്ളവരാണ്. എന്നാൽ ഈ 12 പേരിൽ 10 പേര് ഏറ്റവും അബദ്ധങ്ങൾ കാണിച്ചവരാണ്. അവരുടെ ആ യാത്ര വലിയ പരാജയമായിരുന്നു. അവർ 8 നിലയെ പൊട്ടിപ്പോയി. അവർ പോയ കാര്യത്തിൽ അവർ വൻ പരാജയമായിരുന്നു. അവരെ അയച്ചതിൽ മോശയും പരാജയപ്പെട്ടു. എന്താ കാരണം? അവർ പോയിട്ട് പറഞ്ഞ വാർത്ത ആ പഴയ നിയമസഭയെ തകർത്ത് കളഞ്ഞു, അവരെ കൊല്ലിച്ചു. 40 വയസ്സിന് മുകളിലോട്ടുള്ള ഒരെണ്ണം പോലും ഇല്ലാത്ത പോലെ എല്ലാം മരിക്കാനിടയായി. ഒത്തിരി പേരെ കൊല്ലുന്ന ഒരു വാർത്ത. 40 വർഷം ഇസ്രായേൽ മക്കൾ ലേറ്റാകാൻ കാരണം ഈ 10 പേരാണ്. കുറെ പേരെ കൊല്ലിച്ചു, കുറെ പേരെ വൈകിച്ചു. ഇവരെല്ലാം ആരാ? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകൽപ്പെട്ടവരാണ്, പെസഹ ആചരിച്ചവരാണ്. ചെങ്കടലിലൂടെയും അതായത് മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നവരാണ്, മോശയോടടുത്തവരാണ്. മോശയുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. എന്നാൽ ആ ബന്ധം ഇവർക്ക് വലിയ പ്രയോജനം ചെയ്തില്ല. 2 പേര് മാത്രമേ അതിനകത്ത് രക്ഷപ്പെട്ടുള്ളൂ, കാലേബ് യോശുവയും. ബാക്കി 10 പേരും ഒരു വൻ പരാജയമായിരുന്നു. അവർ മുഖാന്തിരം ലക്ഷങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയി. അവരെല്ലാം മരുഭൂമിയിൽ മരിക്കേണ്ടി വന്നു. 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അവർ 40 വർഷം ഡിലേ ആയിപ്പോയി. അപ്പോൾ ഡിലേ എന്നുള്ളത് ഒരു ശാപമാണ്, അതൊരു പൈശാചികമാണ്, അതൊരു ദൈവത്തിൻ്റെ കോപമാണ്. ലക്ഷ്യത്തിലെത്താതെ ഇടക്ക് മരിക്കുന്നത് അതൊരു ശാപമാണ്, അതൊരു വൻ പരാജയമാണ്. മോശയുടെ ലീഡർഷിപ്പിൽ അത് കണ്ടു. എന്നാൽ യേശുവിൻ്റെ ലീഡർഷിപ്പിലേക്ക് നോക്ക്. യേശു തെരഞ്ഞെടുത്ത എല്ലാവരും അവരൊത്തിരി പേരെ ജീവിപ്പിക്കുകയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം. അതായത്
അവർ പെട്ടെന്ന് മരിക്കേണ്ടവർ മരിക്കാതെ ജീവിക്കുന്നു. ക്യാൻസർ, കുഷ്ഠരോഗം, അർബുദ വ്യാധികൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, തളർന്നു കിടക്കുന്നവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വേഗത്തിൽ മരിക്കും. അവരവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വളരെ തകർച്ചകളിലൂടെ പോയവർ പെട്ടെന്ന് മരിക്കും. ബലം ക്ഷയിച്ചാൽ പെട്ടെന്ന് ആള് തട്ടിപ്പോവും. അവരുടെ ആയുസ് കുറഞ്ഞു പോവുകയാണ്. യേശു ശിഷ്യന്മാരെ വിട്ടപ്പോൾ അവർ സൗഖ്യമാക്കാൻ പറഞ്ഞത് അവരുടെ ആയുസ് കൂട്ടാനാണ്. വേഗത്തിൽ മരിച്ച് ലക്ഷ്യത്തിലെത്താതെ തീർന്നു പോകുന്നവരെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ദൗത്യമാണ് രോഗശാന്തി. ഭൂതം എന്താ ചെയ്യുന്നത്? ഭൂതങ്ങളെ പുറത്താക്കാൻ യേശു ശിഷ്യന്മാരെ വിട്ടു. എന്തിനാ വിട്ടത്? ഈ ഭൂതങ്ങൾ ഒരുവനെ ആക്രമിച്ചാൽ അവൻ വേഗം മരിക്കും. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, 8,000-ഓളം ഭൂതവനുണ്ട്. കല്ലറയിലാണ് പാർക്കല്. കഴിക്കാനൊന്നുമില്ല. പട്ടിണിയാണെങ്കിലും ശരീരം ചതക്കുകയാണ്. അവൻ അധികം നാളില്ല, 1-2 മാസത്തിനുള്ളിൽ ചത്തുപോകും. മരണം ഉറപ്പാണ്. ആരും അവനെ അടക്കാൻ പോലും ചെല്ലണ്ട. കിടപ്പ് സിമിത്തേരിയിലാണ്. പിന്നെ പേടിക്കണ്ട. ഏതെങ്കിലും ഒരു കുഴിയിലോട്ട് ആരെങ്കിലും ഒരു കാലുകൊണ്ടൊന്ന് തട്ടിയിട്ടാൽ മതി. അല്ലെങ്കിൽ കുറുനരികളും കഴുകന്മാരും വന്ന് അവൻ്റെ ബോഡി തിന്നോളും. വീട്ടുകാർ ചോദിക്കാനില്ല. എല്ലാവരും വെറുത്തു. ഒത്തിരി നോക്കിയതാണ് അവനെ. ഒത്തിരി പേര് സഹായിക്കാൻ നോക്കിയതാണ്. അവനെ കെട്ടിയിട്ടു. അവനെ ചികിത്സിക്കാൻ നോക്കി. എന്നാൽ ആർക്കും ആ വഴിയും പോകാൻ പറ്റുന്നില്ല. ആർക്കും അവനെ ഒതുക്കാനും പറ്റുന്നില്ല. മർക്കോസ് 5 കിടപ്പുണ്ട്. എന്നാൽ യേശു അവിടെ ചെന്നു അവൻ്റെ ഭൂതത്തെ പുറത്താക്കി. ശിഷ്യന്മാരിത് കണ്ടു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവൻ സുബോധം ധരിച്ച് വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നു. ദെക്കേപ്പൊലി നാട്ടിൽ ഘോഷിക്കുന്നു. അവന് ബഹുമാനമുണ്ടായി, ആയുസ്സുണ്ടായി, മാന്യതയുണ്ടായി, ജീവിതമുണ്ടായി. നഷ്ടപ്പെട്ട കുടുംബം തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ട മക്കൾ തിരിച്ചു വന്നു. ഭൂതങ്ങളെ പുറത്താക്കുക എത്ര വലിയൊരു കാര്യമാണ്. യേശുവിൻ്റെ കൂടെ ഇരുന്നവർ ചെയ്തത് അതാണ്. എന്നാൽ മോശയുടെ കൂടെ ഇരുന്നവരോ ഒത്തിരി പേരെ കൊന്നു. വഴികളെല്ലാം അടച്ചു. വേഗത്തിൽ മരണം കൊണ്ടുവന്നു. നന്മകൾ പാലും തേനുമുള്ള ദേശം ലേറ്റാക്കി. എന്തു വലിയൊരു അപകടമാണ് അവരാ ചെയ്തത്. ഇവർക്ക് ലഭിക്കേണ്ട നന്മ പലരും കാണാതെ, ഒത്തിരി കുടുംബങ്ങൾ നന്മ കാണാതെ നഷ്ടപ്പെട്ടു പോയി. മോശയുടെ കൂടെ ഇരുന്നവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ. യേശുവിൻ്റെ കൂടെ അടുക്കും തോറും ബന്ധം കൂടുകയാണ്. ഷഖറബക്കല. ഇന്നിത് കേൾക്കുന്ന പലരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. കാരണം നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണ്. യേശുവിൻ്റെ കൂടെയാണോ നിങ്ങളുടെ ജീവിതം ജയമായി മാറും. നിങ്ങൾ ആരുടെ കൂടെ ഇരുന്നത്? യേശുവിൻ്റെ കാലത്ത് കുറച്ച് പേര് വന്നോട് പറഞ്ഞു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. എന്തൊരു ഗമയിലാ പറഞ്ഞത്. മോശ ദൈവത്തോടൊക്കെ സംസാരിച്ചെന്നേ, ഞങ്ങൾ മോശയുടെ ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം മരണം കൊണ്ടുവരുന്നവർ, ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താത്തവർ, ഇടക്ക് വെച്ച് തീർന്നു പോകുന്നവർ. ഇതാണ് അവരാ പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നവനല്ല എൻ്റെ അടുത്ത് വാ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നദികളെ ഞാൻ കൊടുക്കും. യേശുവിൻ്റെ അടുത്ത് വന്നവരാണ് ജയാളികളായത്. യേശുവിൻ്റെ അടുക്കൽ വന്നവരാണ് സമൃദ്ധി കണ്ടത്. ഞാൻ വളരെയധികം കർത്താവിനെ സ്തുതിക്കുന്നു. ഈ യേശുവിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു. യേശുവിനെ അറിയാൻ കഴിഞ്ഞു. യേശുവിനെ സേവിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് യേശുവിൻ്റെ മക്കളാകാൻ കഴിഞ്ഞു. അനേകരെ ജീവിപ്പിക്കാൻ, അനേകരെ സൗഖ്യമാക്കാൻ, അനേകർക്ക് ഈ വചനം കൊടുക്കുവാൻ. ഈ വചനം കേൾക്കുമ്പോൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെടാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരിച്ചു കിടക്കുന്ന മനുഷ്യരെ ആത്മാവിൽ ഉയർപ്പിക്കാൻ ഈ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും ഈ പദവിയാണ്. യേശുവിനോട് അടുക്ക്. അവൻ വിളിക്കുന്നത് യേശുവിൻ്റെ അതേ പദവി തരാനാണ്. ഈ വലിയ ദൗത്യം ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളും യേശുവിനോട് ഒട്ടിച്ചേർന്നിരുന്ന് ജീവജല നദി നിറച്ച് ഭൂമിയുടെ അറ്റത്തോളം ഒരു അത്ഭുതമായി അവർ തീരട്ടെ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ പോകുന്നിടത്തെല്ലാം സമൃദ്ധി വിളയട്ടെ.
സൗഖ്യമുണ്ടാകട്ടെ, സമാധാനം നിറയട്ടെ. ഇവർ കാലുകുത്തുന്ന വീടുകളിൽ അതുണ്ടാകട്ടെ. അനേകം മരിച്ചവർ ഉയർക്കട്ടെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. ഇവരെ കാണുന്നവരെല്ലാം യേശുവിനെ കാണട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കത് വിശ്വസിക്കാം, കർത്താവിൽ അടിയുറച്ചു നിൽക്കാം. ഗോഡ് ബ്ലെസ് യു.